സമസ്തയിലെ ഭിന്നതയിൽ സമവായ ചർച്ചയിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു. വീണ്ടും ചർച്ച നടത്തുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ചില ആളുകൾ അസൗകര്യം അറിയിച്ചിരുന്നു. മുസ്ലിം ലീഗുമായി പഴയകാലം മുതൽ അടുത്ത ബന്ധമെന്നും സമസ്ത അധ്യക്ഷൻ പറഞ്ഞു. അതേസമയം സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. ശിവദാസ് കൺമനം ചേരുന്നുണ്ട്. ശിവദാസ്, രാവിലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് എത്തിയത്. എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ വൈകിട്ട് നടന്ന യോഗത്തിലും ഒരു സമവായമാകാതെ പിരിഞ്ഞു. ഇനിയും ഒരു ദിവസം വെച്ചിരിക്കുകയാണ്. തീർച്ചയായും സമസ്തയിലെ ഭിന്നത പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു സമവായ ചർച്ച വിളിച്ചത്. പക്ഷെ ഈ സമവായ ചർച്ചയിലും കൃത്യമായ ഒരു സമവായം ആകാതെ തന്നെ പിരിഞ്ഞു. ഇപ്പോഴും ഈ സമസ്തയിലെ ഭിന്നത തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത സമസ്ത എന്ന സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. പലപ്പോഴും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ഒരു വിഭാഗവുമാണ് ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ പരസ്യ പ്രസ്താവനകളുമായി രംഗത്ത് വന്നത്. അത് വലിയ രീതിയിൽ തന്നെ വിവാദമാവുകയും സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചകളാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത് പരസ്യമായി തന്നെ പ്രസ്താവനകൾ സംഘടനയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഒരു സമവായ ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സമവായ ചർച്ചയ്ക്ക് തയ്യാറായതും മറ്റ് വിരുദ്ധരെയും ലീഗിനെ അനുകൂലിക്കുന്നവരെയും യോഗത്തിന് വിളിച്ചതും. പക്ഷേ ലീഗിനെ വിമർശിക്കുന്നവരും ലീഗിനെ എതിർക്കുന്നവരും ഈ യോഗത്തിൽ എത്തിയില്ല. അവർ പറഞ്ഞത് മുഷാവറയ്ക്ക് ശേഷം യോഗത്തിൽ എത്തിയാൽ മതി എന്നായിരുന്നു നേരത്തെ അവർ പറഞ്ഞിരുന്ന കാര്യം. അതേസമയം ഈ യോഗത്തിന് ശേഷം സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് അവർ തങ്ങളെ അറിയിച്ചിരുന്നു, യോഗത്തിന് വരാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചിരുന്നു. പിന്നീട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു യോഗം കൂടി വിളിക്കും. അടുത്ത ദിവസം തന്നെ അത്തരത്തിൽ ഒരു യോഗം ഉണ്ടാകും. അവർ അസൗകര്യം അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഒരു പ്രശ്നങ്ങൾ സമസ്തയ്ക്കുള്ളിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നത് അടക്കം സമസ്തയിലെ മറ്റ് ഇതര മറുവിഭാഗം രൂക്ഷമായി വിമർശിക്കുന്നത് അടക്കം വലിയ വാർത്തയായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തുടരുക തന്നെയാണ്. ഈ ഭിന്നത പരിഹരിക്കാൻ വേണ്ടി ഈ വിളിച്ച യോഗത്തിലും ഭിന്നത പരസ്യമായി തന്നെ കാണുകയാണ് ഉണ്ടായത്. രജനി, തീർച്ചയായിട്ടും സമസ്തയിലെ ഭിന്നതയിൽ സമവായ ചർച്ച ഉണ്ടാകുമെന്നായിരുന്നു ഇന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈകിട്ടത്തെ യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു. വീണ്ടും ചർച്ച നടത്തുമെന്നാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ശിവദാസ് കൺമനം വിവരങ്ങൾ പങ്കുവച്ചത്.